പ്രിയമുള്ളവരെ, വചനജ്വാല 1270 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി 21 വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 43 44 അധ്യായങ്ങൾ വായിക്കുന്നതാണ്. 43 1 മുതൽ 5 വരെയുള്ള തിരുവാക്യങ്ങൾ ആദ്യമായി നമുക്ക് കേൾക്കാം. വെളിച്ചമേ നയിച്ചാലും, ദൈവമേ എനിക്ക് നീതി നടത്തി തരണമേ, അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ, വഞ്ചകരും നീതിരഹിതരും ആയവരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ദൈവമേ, ഞാൻ അഭയം തേടിയിരിക്കുന്നത് അങ്ങയിലാണല്ലോ. അങ്ങ് എന്നെ പുറംതള്ളിയത് എന്തുകൊണ്ട്? ശത്രുവിന്റെ പീഡനം മൂലം എനിക്ക് വിലപിക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? അങ്ങയുടെ പ്രകാശവും സത്യവും അയക്കണമേ, അവ എന്നെ നയിക്കട്ടെ. അവിടുത്തെ വിശുദ്ധഗിരിയിലേക്കും നിവാസത്തിലേക്കും അവ എന്നെ നയിക്കട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിന്റെ പീഠത്തിങ്കിലേക്ക് ചെല്ലും, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് തന്നെ. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് അങ്ങയെ ഞാൻ സ്തുതിക്കും. എൻ്റെ ആത്മാവെ, നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവീർപ്പിടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. 44 അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവാക്യങ്ങൾ തുടരുന്നു. പരാജിത ജനതയുടെ വിലാപം. ഗായക സംഘ നേതാവിനെ കോറഹിന്റെ പുത്രന്മാരുടെ പ്രബോധന ഗീതം. ദൈവമേ, പൂർവകാലങ്ങളിൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി അങ്ങ് ചെയ്ത പ്രവൃത്തികൾ അവർ ഞങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ കേട്ടിട്ടുമുണ്ട്. അവരെ അങ്ങ് നട്ടുപിടിപ്പിക്കാൻ അവിടുന്ന് സ്വന്തം കരത്താൽ ജനങ്ങളെ പുറത്താക്കി. അവർക്കിടം നൽകാൻ രാജ്യങ്ങളെ പീഡിപ്പിച്ചു. വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്, കരബലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത്. അവിടുത്തെ വലതു കൈ ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ. അങ്ങ് അവരിൽ പ്രസാദിച്ചു. അവിടുന്നാണ് എൻ്റെ രാജാവും ദൈവവും. അവിടുന്നാണ് യാക്കോബിന് വിജയങ്ങൾ നൽകുന്നത്. അങ്ങയുടെ സഹായത്താൽ ശത്രുക്കളെ നിങ്ങൾ തള്ളി വീഴ്ത്തുന്നു. ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് ചവിട്ടി മെതിക്കുന്നു. വില്ലിലല്ല ഞാൻ ശരണം വെച്ചത്, വാളിനെ എന്നെ രക്ഷിക്കാൻ കഴിയുകയുമില്ല. എന്നാൽ അവിടുന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു. ഞങ്ങളെ വെറുക്കുന്നവരെ സംഭ്രമിപ്പിച്ചു. ഞങ്ങൾ ദൈവത്തിൽ നിരന്തരം അഭിമാനം കൊണ്ടു. അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ എന്നും നന്ദി പറയും. എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ തള്ളിക്കളയും, അപമാനത്തിൽ ആഴ്ത്തുകയും ചെയ്തു. ഞങ്ങളുടെ സൈന്യങ്ങളോടൊപ്പം വന്നതുമില്ല. ശത്രുവിന്റെ മുൻപിൽ തോറ്റോടാൻ അവിടുന്ന് ഞങ്ങൾക്കിടവരുത്തി. അവർ ഞങ്ങളെ കൊള്ളയടിച്ചു. അവിടുന്ന് ഞങ്ങളെ കൊല്ലാനുള്ള ആടുകളെ പോലെയാക്കി. ജനതകളുടെ ഇടയിൽ ഞങ്ങളെ ചിതറിപ്പിച്ചു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും വേദപാരംഗതനുമായ വിശുദ്ധ പീറ്റർ ഡാമിയനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. റവേന നഗരത്തിൽ കുലീനമെങ്കിലും ദരിദ്രമായ ഒരു വലിയ കുടുംബത്തിലെ ഇളയ പുത്രനായിട്ടാണ് പീറ്റർ ജനിച്ചത്. ഒരു കുട്ടിയെയും കൂടി വളർത്താനുള്ള ഭാരമോർത്ത് അമർഷം പ്രദർശിപ്പിച്ച മൂത്ത മകന്റെ ക്രൂര സംതൃപ്തിക്ക് വേണ്ടി അമ്മ ശിശുവിന് മുലപ്പാൽ പോലും നൽകിയില്ല. പട്ടിണി കിടന്ന് മരിക്കാറായ ശിശുവിനെ
അയൽവാസി ഭക്ഷണം കൊടുത്തു. ബാല്യകാലത്തു തന്നെ പീറ്ററിന്റെ മാതാപിതാക്കന്മാർ മരിച്ചു. ഒരു ജ്യേഷ്ഠ സഹോദരൻ അവന് പിന്നീട് പന്നിനോട്ടക്കാരനായി നിയോഗിച്ചുവെങ്കിലും ആവശ്യമായ ഭക്ഷണം കൊടുത്തില്ല. കഷ്ടപ്പെടുന്ന പീറ്ററിന്റെ ഭക്തിയും സാമർഥ്യവും മനസ്സിലാക്കിയ അവന്റെ വൈദിക സഹോദരൻ ഡാമിയനെ തന്റെ കൂടെ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകി. പാർമ സർവകലാശാലയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി 25-ാം വയസ്സിൽ അവിടെ തന്നെ അധ്യാപകനായി ജോലി ആരംഭിച്ചു. സർവകലാശാലയിലെ ലൗകായികത്വം യുവാവിന് ഇഷ്ടപ്പെടാഞ്ഞതിനാൽ 28-ാം വയസ്സിൽ ഫോന്തേ അവല്ലാന ആശ്രമത്തിൽ ചേർന്നു സന്യാസം ആശ്ലേഷിച്ചു. നവസന്യാസിയിരിക്കുമ്പോഴും അതിനുശേഷവും അതിരുകടന്ന പ്രായശ്ചിത്തം ചെയ്ത് ക്ഷീണിച്ചു. വേദശാസ്ത്ര പണ്ഡിതനായ അദ്ദേഹം അവിടെ സഹോദര സന്യാസികളെ പഠിപ്പിക്കാൻ തുടങ്ങി. വിശുദ്ധ റൊമുവാൾഡിന്റെ ജീവചരിത്രം അദ്ദേഹം രചിച്ചു. 1043 പീറ്റർ ഫോന്തേ അവല്ലാനോ ആശ്രമത്തിൽ പ്രിയോരായി. മരണം വരെ ആ സ്ഥാനം അദ്ദേഹം അലങ്കരിച്ചു. ശരീരത്തെ പ്രഹരിക്കുന്ന പ്രായശ്ചിത്തം ക്രമമായി ആശ്രമങ്ങളിൽ നടത്തണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. മോന്തെക്കസീനോയിലും അത് ആരംഭിച്ചു. ചില സന്യാസികൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിലും പെട്ടെന്നതിന് പ്രചാരം സിദ്ധിച്ചു. ഊണ് കഴിഞ്ഞ് ലഘുനിദ്ര ആശ്രമങ്ങളിൽ ആരംഭിച്ചതും പ്രായശ്ചിത്തപ്രിയനായ ഡാമിയൻ തന്നെയാണ്. തിരുസഭയുടെ നവീകരണത്തിലും അദ്ദേഹം ശ്രദ്ധിച്ചു. ലാറ്ററൻ സൂനഹദോസിൽ വിശുദ്ധ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും പണം സ്വീകരിച്ചുള്ള വ്യാപാരമായ സിമണിക്കെതിരായി നിയമം പാസാക്കുന്നതിൽ അദ്ദേഹം പങ്കുവഹിച്ചു. വൈദികരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം എഴുതിയ ഗൊമോറോ ഗ്രന്ഥം ഗൗരവമുള്ളതാണ്. 1057 പീറ്ററിനെ ഓസ്ട്രിയയിലെ മെത്രാനാക്കുകയും കർദിനാളായി ഉയർത്തുകയും ചെയ്തു. കർദിനാൾ സ്ഥാനം വേണ്ടെന്ന് അദ്ദേഹം ക്ഷണിച്ചുവെങ്കിലും അവസാനം മാർപ്പാപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങി. പല കേസുകളും തർക്കങ്ങളും മധ്യസ്ഥത്തിലൂടെ പരിഹരിക്കാൻ മാർപ്പാപ്പയ്ക്ക് കർദിനാളിനെ നിയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. കരുണാമസൃണായ അദ്ദേഹത്തിന്റെ നയം സദാ വിജയം വരിച്ചിരുന്നു. ആന്റിപ്പോപ്പായിരുന്ന മാഡാലൂസിനെ അനുകൂലിച്ച റവോന ശീസ്മക്കാരെ റവോനയുടെ ആർച്ച് ബിഷപ്പ് മഹറോൻ ചൊല്ലി. കർദിനാൾ ഡാമിയൻ തീവ്രമായ പരിശ്രമത്തിലൂടെ മഹറോനിൽപ്പെട്ടവരെയെല്ലാം തിരുസഭയുമായി രമ്യതപ്പെടുത്തി. 1072 ഫെബ്രുവരി 21-ാം തീയതി പീറ്റർ ഡാമിയൻ നിര്യാതനായി. 1828 12-ാം ലിയോ മാർപ്പാപ്പ അദ്ദേഹത്തെ വേദപാരംഗതനെന്ന് നാമകരണം ചെയ്തു. കയ്യിൽ ചമ്മട്ടിയോടുകൂടിയ പേപ്പൽ ബോളയോടുകൂടിയോ ആണ് അദ്ദേഹത്തിന്റെ ചിത്രം രചിച്ചിരിക്കുന്നത്. പ്രിയരെ, ക്രിസ്തുവിന്റെ സഭാസേവനവും നമ്മുടെ ജീവിതത്തിന്റെ പ്രഥമ സ്നേഹമായിരിക്കട്ടെ. പ്രിയരെ, വിശുദ്ധ പീറ്റർ ഡാമിയൻ മെത്രാനും വേദപാരംഗതനുമായ അദ്ദേഹത്തിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.